സ്റ്റഡി ടൈം ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 5ാമത്തെ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. 3 പാർട്ടുകളായിട്ടാണ് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ലെറ്റസ് ആസസ് ആണ് ചെയ്യുന്നത്. നിങ്ങൾ മുൻപത്തെ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടിട്ട് ഈ ഒരു വീഡിയോ കാണുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇഫ് ആൻ ഒബ്ജക്റ്റ് വെയ്സ് 0.2 kg weight in air and 0.19 kg weight when fully immersed in water. A. What is loss of weight of the object in water? ക്വസ്റ്റ്യൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു വസ്തുവിൻ്റെ വായുവിലെ ഭാരം എന്ന് പറയുന്നത് 0.2 കിലോഗ്രാമും ആ ഒരു വസ്തുവിനെ പൂർണ്ണമായും ജലത്തിൽ മുക്കിയതിന് ശേഷം അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 0.19 കിലോഗ്രാമും ആണെങ്കിൽ വസ്തുവിൻ്റെ ജലത്തിലുള്ള ഭാരനഷ്ടം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ലോസ് ഓഫ് വെയിറ്റ് ഇൻ വാട്ടർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ നോക്കാം. വെയിറ്റ് ഇൻ എയർ ഇസ് ഈക്വൽ ടു 0.2 കിലോഗ്രാം, വെയിറ്റ് ഇൻ വാട്ടർ ഇസ് ഈക്വൽ ടു 0.19 കിലോഗ്രാം വെയിറ്റ്. എ എന്ന് പറയുന്നത് ലോസ് ഓഫ് വെയിറ്റ് ഇൻ വാട്ടർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ ഇക്വേഷൻ പറഞ്ഞത് വെയിറ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഇൻ വാട്ടർ ദാറ്റ് ഇസ് ഈക്വൽ ടു 0.2 മൈനസ് 0.19 ഇസ് ഈക്വൽ ടു 0.01 കിലോഗ്രാം വെയിറ്റ്. പോയിന്റ് സ്ഥാനമൊക്കെ വരുമ്പോൾ മൈനസ് ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്. നമുക്കിവിടെ 0.2 നിന്നാണ് 0.19 മൈനസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അതിനെ പോയിന്റ് സ്ഥാനങ്ങളെല്ലാം ഒരേപോലെ എഴുതിയതിന് ശേഷം 2ൻ്റെ റൈറ്റ് സൈഡിൽ ഒരു 0 ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആഡ് ചെയ്തെന്ന് വെച്ചിട്ട് അതിൻ്റെ വാല്യൂസിലൊന്നും മാറ്റങ്ങളൊന്നും വരണില്ല. അപ്പോൾ നമുക്കിങ്ങനെ മൈനസ് ചെയ്യാം. അതായത് 2 നിന്നും 1 കടം കൊടുക്കുമ്പോൾ 0 എന്ന് പറയുന്നത് 10 ആയിട്ട് മാറും. അപ്പോൾ 10 നിന്നും 9 മൈനസ് ചെയ്യുന്ന സമയത്ത് 1 കിട്ടും. 2ൻ്റെ മുകളിലപ്പോൾ എന്ത് വരും? 1 ആയിരിക്കും വരും. അപ്പോൾ 1 നിന്നും 1 മൈനസ് ചെയ്യുമ്പോൾ 0 വരും. അപ്പോൾ നമുക്ക് ആൻസർ വരുന്നത് 0.01 ആയിരിക്കും ആൻസർ വരുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ബി ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് ദ ബോയിൻ്റ് ഫോഴ്സ് ഫെൽറ്റ് ഓൺ ദി ഒബ്ജക്റ്റ്? ഇവിടെ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ബോയിൻ്റ് ഫോഴ്സ് കണ്ടുപിടിക്കണം. വസ്തുവിൽ അനുഭവപ്പെടുന്ന ബോയിൻ്റ് ഫോഴ്സ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് എത്രയായിരിക്കും? ബോയിൻ്റ് ഫോഴ്സിന് നമുക്ക് ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് 0.01 ഇൻറ്റു 9.8 ഇസ് ഈക്വൽ ടു 0.098 ന്യൂട്ടൺ ആൻസർ കിട്ടും. ഇനി പോയിൻ്റ് സ്ഥാനം ഇട്ട് ഗുണിക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് നമ്പറുകളുടെ റൈറ്റ് സൈഡിൽ നിന്നാണ് നോക്കേണ്ടത്. ഇവിടെ 9.8 എന്ന് പറയുന്ന നമ്പറിൽ 8 കഴിഞ്ഞിട്ടാണ് ഒരു പോയിൻ്റ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് നമ്പർ 0.01 ആണ്. അതിൽ റൈറ്റിൽ നോക്കുമ്പോൾ 1ഉം 0യും കഴിഞ്ഞിട്ടാണ് പോയിന്റ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആൻസറിൽ 3 സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇടണം. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ഈ പോയിന്റുകളെല്ലാം മാറ്റി വെച്ചതിന് ശേഷം വേണം നമ്മൾ നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ. അപ്പോൾ നമുക്കിവിടെ 1 ഇൻറ്റു 98 ആണ് നമുക്ക് ചെയ്യേണ്ടത്. പിന്നെ ആൻസർ വരുന്നത് 98 ആണ്. ഇനി നമുക്ക് ആൻസറിലേക്ക് 3 സ്ഥാനത്തേക്ക് പോയിന്റ് ഇടണം. അപ്പോൾ 98 കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിൽ ഒരു 0യും കൂടെ ആഡ് ചെയ്തിട്ട് വേണം പോയിന്റ് ഇടാൻ. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് 0.098 എന്ന് കിട്ടും. ഇനി അതിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. എ കോപ്പർ സ്ഫിയർ ആൻഡ് ആൻ അയൺ സ്ഫിയർ ഓഫ് ദി സെയിം ഡയാമീറ്റർ ആർ ഇമ്മേഴ്സ്ഡ് ഇൻ വാട്ടർ. ഈസ് ദ ബോയിൻ്റ് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഓൺ ദ ബോത്ത് ദ സെയിം? ജസ്റ്റിഫൈ യുവർ ആൻസർ. ഇവിടെ ബ്രാക്കറ്റിൽ ഡെൻസിറ്റി ഓഫ് കോപ്പർ ഈസ് 8900 തന്നിട്ടുണ്ട്. ദ ഡെൻസിറ്റി ഓഫ് അയൺ ഈസ് 7800 തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇവിടെ 2 സ്പിയറുകൾ ജലത്തിൽ മുങ്ങിയിരിക്കുകയാണ്. അത് ഒന്ന് കോപ്പറിൻ്റെയും ഒന്ന് അയണിൻ്റെയാണ്. ഇതിൻ്റെ ഡയാമീറ്റർ സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവയിൽമേൽ അനുഭവപ്പെടുന്ന ബോയിൻ്റ് ഫോഴ്സ് തുല്യമായിരിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ പറയാം ഇത് തുല്യമായിരിക്കും. കാരണം ഇതിൻ്റെ ഡയാമീറ്റർ സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വോളിയം കൺസിഡർ ചെയ്യുമ്പോൾ അത് സ്പിയറിൻ്റെ വോളിയം നമ്മൾ 4/3πr³ വെച്ചിട്ടല്ല ചെയ്യണത്. അപ്പോൾ ഇതിൽ R എന്ന് പറയുന്നത് ഇവിടെ സെയിം ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വോളിയവും സെയിം ആയിരിക്കും. അപ്പോൾ ഏതൊരു വസ്തുവും ജലത്തിൽ മുങ്ങിയിരിക്കുന്ന സമയത്ത് അതിൻ്റെ വോളിയങ്ങൾ തമ്മിൽ സെയിം ആണെന്നുണ്ടെങ്കിൽ അത് ഡിസ്പ്ലേസ് ചെയ്യുന്ന ജലത്തിൻ്റെ അളവ് എന്ന് പറയുന്നതും തുല്യമായിരിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതുമേൽ അനുഭവപ്പെടുന്ന ബോയിൻ്റ് ഫോഴ്സും തുല്യമായിരിക്കില്ലേ? അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ എഴുതി നോക്കാം. Buoyant force is same. Both of them have same volume. So the water displaced will be same. Buoyant force is equal to weight of water displaced. ഇനി അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടല്ലോ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഡെൻസിറ്റി തന്നിരിക്കുന്നത് വാട്ടറിനേക്കാളും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അത് ജലത്തിൽ മുങ്ങിക്കിടക്കും കേട്ടോ. അതുകൊണ്ടാണ് ഡെൻസിറ്റി തന്നിരിക്കുന്നത്. 3ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ഡൗൺ ദ റീസൺസ് ഫോർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. Toy balloons filled with helium gas rise in the air and balloons filled with carbon dioxide go down.
ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഇവിടെ ടോയ് ബലൂണിൽ ഹീലിയം നിറച്ചത് മുകളിലേക്ക് ഉയരുകയും കാർബൺ ഡൈ ഓക്സൈഡ് നിറച്ച ബലൂൺ താഴുകയും ചെയ്യുന്നതിന് കാരണം എന്താണെന്ന്. ഇതിൻ്റെ ആൻസർ നോക്കാം. ഡെൻസിറ്റി ഓഫ് ഹീലിയം ഈസ് ലെസ് ദാൻ എയർ ആൻഡ് ഡെൻസിറ്റി ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഗ്രേറ്റർ ദാൻ എയർ. അപ്പോൾ ഹീലിയത്തിൻ്റെ ഡെൻസിറ്റി എയറിനേക്കാൾ കുറവാണ്, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഡെൻസിറ്റി എയറിനേക്കാൾ കൂടുതലാണ്. സോ ദ ഹീലിയം ബലൂൺ എക്സ്പീരിയൻസസ് മോർ ബോയിൻറ്റ് ഫോഴ്സ് ആൻഡ് ഗോ അപ്പ്. അതുകൊണ്ട് തന്നെ ഹീലിയം ബലൂണിൽ അനുഭവപ്പെടുന്ന ബോയിൻറ്റ് ഫോഴ്സ് വളരെ കൂടുതലായതുകൊണ്ട് അത് ഉയരുന്നു. ബലൂൺ ഫിൽഡ് വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്പീരിയൻസസ് ബോയിൻറ്റ് ഫോഴ്സ് ലെസ് ദാൻ ഇറ്റ്സ് വെയ്റ്റ്, സോ ഇറ്റ് ഗോ ഡൗൺ. കാർബൺ ഡൈ ഓക്സൈഡ് നിറച്ച ബലൂണിൽ അതിൻ്റെ വെയ്റ്റിനേക്കാളും കുറവാണ് ബോയിൻറ്റ് ഫോഴ്സ് അനുഭവപ്പെടുന്നത്, അതുകൊണ്ട് അത് താഴുകയും ചെയ്യുന്നു. ബി ക്വസ്റ്റ്യൻ നോക്കാം. എ ഷിപ്പ് പ്ലഞ്ചസ് ലെസ് ഇൻ വാട്ടർ വെൻ ദ വെയ്റ്റ് ഈസ് അൺലോഡഡ് അറ്റ് ദ പോർട്ട്. തുറമുഖത്ത് എത്തിയ ഒരു കപ്പൽ അതിൽ നിന്ന് ഭാരം ഇറക്കി കഴിയുമ്പോൾ അല്പം പൊങ്ങുന്നു. അതിന് കാരണം എന്താണെന്ന്. ആൻസർ നമുക്ക് നോക്കാം. വെൻ വെയ്റ്റ് ഡിക്രീസസ് വെൻ ദ ലോഡ് ഈസ് അൺലോഡഡ് ഫ്രം ദ ഷിപ്പ്. Weight of water displaced by an object is equal to buoyant force, so the ship rises. കപ്പലിൽ നിന്നും ഭാരം ഇറക്കുന്ന സമയത്ത് കപ്പലിൻ്റെ വെയിറ്റ് കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കപ്പൽ ഡിസ്പ്ലേസ് ചെയ്യുന്ന വാട്ടറിൻ്റെ അളവും ബോയിൻറ്റ് ഫോഴ്സും ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കപ്പൽ ജലത്തിൽ പൊങ്ങുന്നു. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ യൂസ് ഓഫ് ലൈഫ് ജാക്കറ്റ്സ് ഇൻ ബോട്ട്സ് ഈസ് മാൻഡറ്ററി. എക്സ്പ്ലെയിൻ ഇറ്റ് ഇൻ ടേംസ് ഓഫ് ബോയിൻറ്റ് ഫോഴ്സ്. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ബോട്ടുകളിൽ ലൈഫ് ജാക്കറ്റ് ഉപയോഗിക്കുന്നത് നിർബന്ധമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബോയിൻറ്റ് ഫോഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് വിശദീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ നോക്കാം. ലൈഫ് ജാക്കറ്റ്സ് ആർ മെയ്ഡ് ഫ്രം ലൈറ്റ് വെയ്റ്റ് വാട്ടർ റെസിസ്റ്റൻറ്റ് ഫോം. ലൈഫ് ജാക്കറ്റ് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വാട്ടറിനെ റെസിസ്റ്റ് ചെയ്യുന്ന വിധത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എയർ ചേമ്പേഴ്സ് ഇൻ ദ ലൈഫ് ജാക്കറ്റ് ഇൻക്രീസ് ദ വോളിയം ടു പ്രൊവൈഡ് മോർ ബോയിൻറ്റ് ഫോഴ്സ്. അപ്പോൾ ആ ലൈഫ് ജാക്കറ്റിൻ്റെ ഉള്ളിലുള്ള എയർ ചേമ്പേഴ്സ് അതിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ കൂടുതൽ ബോയിൻറ്റ് ഫോഴ്സ് ആയിരിക്കും അതിലേക്ക് അനുഭവപ്പെടുന്നത്. If the passengers fall in water and if they are wearing life jacket, that part will float in the water. ഇപ്പോൾ പാസഞ്ചേഴ്സ് ലൈഫ് ജാക്കറ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവർ വെള്ളത്തിൽ വീണാൽ തന്നെയും ജലത്തിൽ പൊങ്ങിക്കിടക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഡെൻസിറ്റി ഓഫ് സാച്ചുറേറ്റഡ് സോൾട്ട് വാട്ടർ ഈസ് 1025 kg/m³. കാൽക്കുലേറ്റ് ഇറ്റ്സ് റിലേറ്റീവ് ഡെൻസിറ്റി. ഇവിടെ റിലേറ്റീവ് ഡെൻസിറ്റി കണ്ടുപിടിക്കാനാണ് തന്നിരിക്കുന്നത്. ഇവിടെ വാട്ടറിൻ്റെ ഡെൻസിറ്റി തന്നിട്ടുണ്ട് 1025 kg/m³ ആണെന്ന്. ഇതിൻ്റെ ആൻസർ റിലേറ്റീവ് ഡെൻസിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഡെൻസിറ്റി ഓഫ് സാച്ചുറേറ്റഡ് സോൾട്ട് വാട്ടർ ഈസ് 1025. റിലേറ്റീവ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു 1025 ഡിവൈഡഡ് ബൈ 1000. അപ്പോൾ 1000ൽ 3 0 ആണുള്ളത്. അപ്പോൾ നമുക്ക് 1025 നിന്നും 3 സ്ഥാനത്തേക്ക് പോയിന്റ് ഇടണം. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് 1.025 ആയിരിക്കും. ആറാമത്തെ ക്വസ്റ്റ്യൻ. ദ ഇല്ലുസ്ട്രേഷൻ ഷോസ് ഹൗ ആൻ ഒബ്ജക്റ്റ് ഈസ് സസ്പെൻഡഡ് ഇൻ എയർ ആൻഡ് ഡിപ്ഡ് ഇൻ എ ലിക്വിഡ് ഇൻ ഡിഫറെൻറ്റ് വേയ്സ് യൂസിങ് എ സ്പ്രിംഗ് ബാലൻസ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫിഗറിൽ തന്നിരിക്കുന്നത് ഒരു വസ്തു വായുവിലും അതേപോലെ തന്നെ വ്യത്യസ്ത രീതികളിൽ ലിക്വിഡിലും മുക്കി വെച്ചിരിക്കുന്ന ചിത്രമാണ് തന്നിരിക്കുന്നതെന്ന്. എ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ ഡിഫറൻസ് ഇൻ ബോയിൻറ്റ് ഫോഴ്സ് ഇൻ ഫിഗർ 2 and 3? ഫിഗർ 2ലും 3ലും ബോയിൻറ്റ് ഫോഴ്സ് വ്യത്യസ്ത തരത്തിൽ അനുഭവപ്പെടാൻ കാരണം എന്താണെന്ന്. ഇതിൻ്റെ ആൻസർ നോക്കാം. ഇൻ ഫിഗർ 2 ദ ബോഡി ഈസ് പാർഷ്യലി ഇമ്മേഴ്സ്ഡ് ഇൻ വാട്ടർ. രണ്ടാമത്തെ ഫിഗറിൽ ബോഡി പകുതി മാത്രമേ വെള്ളത്തിൽ മുക്കിയിട്ടുള്ളൂ. ഇൻ ഫിഗർ 3 ഇറ്റ് ഈസ് ഫുള്ളി ഇമ്മേഴ്സ്ഡ്. മൂന്നാമത്തെ ഫിഗറിൽ ആ ഒരു വസ്തു പൂർണ്ണമായും ജലത്തിൽ മുക്കിയിട്ടുണ്ട്. സോ ദ വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ഇൻ ഫിഗർ 2 ഈസ് ലെസ് ദാൻ ഇൻ ഫിഗർ 3. രണ്ടാമത്തെ വസ്തു ഡിസ്പ്ലേസ് ചെയ്യുന്ന ജലത്തിൻ്റെ വോളിയം കുറവായതുകൊണ്ട് അതിൽ അനുഭവപ്പെടുന്ന ബോയിൻറ്റ് ഫോഴ്സും കുറവായിരിക്കും. സോ ദ ബോയിൻറ്റ് ഫോഴ്സ് ഇൻ ഫിഗർ 2 ഈസ് ലെസ് ദാൻ ഇൻ ഫിഗർ 3. ബി ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ റീഡിംഗ് ഓഫ് ദ സ്പ്രിംഗ് ബാലൻസ് ഇൻ ഫിഗർ 4? വൈ? നാലാമത്തെ ഫിഗറിലെ സ്പ്രിംഗ് ബാലൻസിൻ്റെ റീഡിംഗ് എത്രയാണ്? എന്തുകൊണ്ട്? 30 Newton. Because in figure 3 and 4 the body is fully immersed, so it will experience same buoyant force. അതായത് മൂന്നാമത്തെയും നാലാമത്തെയും ബോഡികൾ ജലത്തിൽ പൂർണ്ണമായും മുങ്ങിയിരിക്കുന്നതുകൊണ്ട് മൂന്നാമത്തെ ഫിഗറിൽ ബോയിൻറ്റ് ഫോഴ്സ് 30 Newton തന്നിരിക്കുന്നതുകൊണ്ട് നാലാമത്തേൻ്റെയും ബോയിൻറ്റ് ഫോഴ്സ് 30 തന്നെയായിരിക്കും. ഏഴാമത്തെ ക്വസ്റ്റ്യൻ. An object weighing 800 Newton in air floats on water. What is its weight in water? What is the weight of the displaced water? ഇവിടെ ഒരു വസ്തുവിൻ്റെ എയറിലുള്ള ഭാരം എന്ന് പറയുന്നത് 800 Newton ആണ്. ഈ ഒരു വസ്തു ജലത്തിൽ പൊങ്ങിക്കിടക്കുകയാണ്. ആ വസ്തുവിൻ്റെ ജലത്തിലെ ഭാരം എത്രയായിരിക്കും, അതുപോലെ തന്നെ അത് ഡിസ്പ്ലേസ് ചെയ്യുന്ന ജലത്തിൻ്റെ ഭാരം എത്രയായിരിക്കും? ഇത് രണ്ടാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്.
ഇതിൻ്റെ ആൻസർ വെയിറ്റ് ഇൻ എയർ 800 ന്യൂട്ടൺ ആണ്. വെയിറ്റ് ഇൻ വാട്ടർ 0 ആണ് വരുന്നത്. അതായത് ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നത് കൊണ്ട് വാട്ടറിലെ വെയിറ്റ് എന്ന് പറയുന്നത് 0 ആണ്. വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 800 ന്യൂട്ടൺ. ഇതോടുകൂടി നമ്മളുടെ ഈ ഒരു ചാപ്റ്റർ അവസാനിച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഉപകാരപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.